ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. ഇന്ന് ഞങ്ങൾ നമ്മളുടെ തൊട്ടടുത്തുള്ള ഒരു മാർക്കറ്റിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെ ജപ്പാനിൽ പൊതുവെ എല്ലാ ഐറ്റംസും ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒരു ഷോപ്പിംഗ് മോളിലോ ഒക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ മേടിക്കാൻ പോയാലും നമുക്ക് ഇത്ര കിലോ എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ പറ്റില്ല. നമുക്ക് നമ്പേഴ്സ് ആയിരിക്കും. ഒരു 4 തക്കാളി, 4 സവാള, അല്ലെങ്കിൽ ഒരു ആപ്പിൾ അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുക. അതും നല്ല കോസ്റ്റ്ലിയാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജപ്പാനിൽ ഒരുപാട് സ്ഥലത്ത് ലോക്കൽ മാർക്കറ്റ്സ് ഉണ്ട്. അപ്പൊ ആ മാർക്കറ്റ്സിൽ പോയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ചീപ്പായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളൊരു മാർക്കറ്റിലോട്ടാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത്. കമേതോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ മാർക്കറ്റ് ഉള്ളത്. അപ്പൊ നമുക്ക് പോയിട്ട് ആ മാർക്കറ്റ് കണ്ടു നോക്കാം. വായോ. നമ്മൾ പോകുന്ന വഴിയിലുള്ള ഒരു ചെറിയ ടണലാണ് കേട്ടോ. ഇവിടെ ജപ്പാനിൽ ഒരു 99% സ്ഥലത്തും മെട്രോ ഉണ്ടെങ്കിലും ഇങ്ങനെ പണ്ടത്തെ റെയിൽവേ ക്രോസും ആ ട്രെയിനും ഒക്കെ ഇപ്പോഴും ചില സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കമേതയിലോട്ട് പോകുന്ന സ്ഥലത്ത് മെട്രോ തൊട്ടടുത്തുണ്ടെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് ഈ പഴയ ട്രെയിനിൻ്റെ ഒരു സ്ഥലമുണ്ട്. നമ്മുടെ നാട്ടിലിങ്ങനെ റെയിൽവേ ക്രോസ് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന റെയിൽവേ ക്രോസ് ഇല്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ ഈ റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഒരു സ്റ്റാഫ് കാണും. പക്ഷേങ്കിൽ ഇവിടെ സ്റ്റാഫ് ഒന്നുമില്ല. ഇത് ഓട്ടോമാറ്റിക്കലി ട്രെയിൻ വരുന്ന ടൈം ആകുമ്പോൾ ക്ലോസ് ചെയ്യും, ഓപ്പൺ ചെയ്യും. ഈ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് ഞങ്ങൾ പോകുന്ന മാർക്കറ്റ്, കമേതോ മാർക്കറ്റ്. വീക്ക് ഡേയ്സിലും ഉണ്ട്, വീക്കെൻഡ്സിലായിരിക്കും കൂടുതൽ റഷും കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉള്ളത്. വീക്കെൻഡ്സിലാണല്ലോ ആൾക്കാർ മേടിക്കാൻ പോണത്. അവിടെ നേരെ കാണുന്നതാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ തൃശ്ശൂർ മാർക്കറ്റിലൊക്കെ പോകുന്ന, തൃശ്ശൂർ ടൗണിൽ ഒരു മാർക്കറ്റിൽ എന്താ അതിൻ്റെ പേര്? ഓക്കെ, ശക്തൻ മാർക്കറ്റിലൊക്കെ പോകുന്ന പോലെ അങ്ങനെ ഫുള്ളി അപ്പുറത്തും ഇപ്പുറത്തും ഷോപ്സ് അങ്ങനെയല്ല. ഒരു 3-4 ഷോപ്സേ ഉള്ളൂ. പക്ഷേങ്കിൽ ആ ഷോപ്സിൽ ചീപ്പായിട്ട് നമുക്ക് ഐറ്റംസ് കിട്ടും. പിന്നെ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തക്കാളിയൊക്കെ മേടിക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഷേപ്പൊക്കെ സെയിം ആയിരിക്കും. അതായത് നല്ല റെഡ് കളറ്, റൗണ്ട് അങ്ങനെ ആയിരിക്കും ടൊമാറ്റോ ഒക്കെ ഉള്ളത്. ഇവിടുത്തെ ഒരു ചെറിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷേപ്പായിട്ടുള്ള ടൊമാറ്റോ അല്ലെങ്കിൽ ഒണിയൻ ഒന്നും ആവണം നിർബന്ധമില്ല. ഇപ്പം മേക്കോന്നൊക്കെ ഇരിക്കുന്ന ടൊമാറ്റോ ഒക്കെ ഇല്ലേ, അങ്ങനെ കുറച്ച് ഷേപ്പിലൊക്കെ വ്യത്യാസമുള്ള, അതായത് പ്രോപ്പർ റൗണ്ട് ആയിട്ട്. അതിപ്പോൾ എന്താ അങ്ങനെ ഒരു ഷേപ്പ് പറയുക, അതായത് പ്രോപ്പർ റൗണ്ട് അല്ലാത്ത അങ്ങനെ കുറച്ച് ബൾജൊക്കെ ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഉള്ള ടൊമാറ്റോ അല്ലെങ്കിൽ ഒണിയൻ, ക്യാരറ്റ് അങ്ങനെ ഇച്ചിരി ഷേപ്പിന് പ്രശ്നമുള്ള ആൾക്കാരൊക്കെയാണ്, ഐ മീൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ് ഇവിടെ യൂഷ്വലി വരുന്നത്. പിന്നെ അല്ലാതെ ഇങ്ങനെ ലോക്കൽ ഫാമേഴ്സ് ഉണ്ടല്ലോ, ഫുക്കുഷിമ ഏരിയയിൽ നിന്നൊക്കെ ഉള്ള ലോക്കൽ ഫാമേഴ്സ്, അവർ ഫാം ചെയ്ത് വരുന്ന അങ്ങനത്തെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ വരുന്നതുകൊണ്ടാണ് ഇതിന് റേറ്റ് കുറവ്. അപ്പം നമുക്കിപ്പോൾ എവിടുന്നാണ് വരുന്നത്, ഇതിൻ്റെ സുന്ദരിയാണോ സുന്ദരനാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. എന്തായാലും വെട്ടിക്കണ്ടിച്ച് നമ്മൾ സാമ്പാറും അവിയലൊക്കെ വെക്കാനുള്ളതാണല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഷേപ്പിൽ ബോധേഡല്ല. ഇവിടെ ജാപ്പനീസുകാരന് ഇഷ്ടം പോലെ ഈ ഷോപ്സിൽ വരാറുണ്ട് കേട്ടോ. പിന്നെ കൂടുതലും ചൈനക്കാരും ഇന്ത്യൻസും ഒക്കെ തന്നെയാണ് വരുന്നത്, പക്ഷേ ജാപ്പനീസുകാരും ഉണ്ട്. നമുക്ക് ഷോപ്പ് കണ്ടു നോക്കാം, വാ. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഈ മഷ്റൂം നമുക്ക് ഒരു പാക്കറ്റ് ആയിരിക്കും നമുക്ക് സൂപ്പർ മാർക്കറ്റ് അല്ലെ അതുപോലത്തെ ഷോപ്സിൽ കിട്ടും. ഇവിടെ ഇപ്പോൾ ഇത് 2 പാക്കറ്റിന് 298 yen. മഷ്റൂം എടുക്കണം. ഇങ്ങനെ ഈ വെളുത്തുള്ളിയൊക്കെ സാധാരണ ഷോപ്സിൽ നമുക്ക് 3 എണ്ണമായിട്ടാണ് കിട്ടുക. ഇവിടെ ഇങ്ങനെ ഈ ഒരു പാക്കറ്റ് ഫുള്ളായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇതിനൊരു 600 yen ഉണ്ട്, 300 രൂപ. ഇതെടുക്കട്ടെ, മഷ്റൂം എടുക്കട്ടെ. ഈ ഷേപ്പിൻ്റെ പേരാണ് കേട്ടോ ഈ മാക്കോ. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പ്രത്യേകം പരിചയപ്പെടുന്നതാണ്. ഇത് നമ്മൾ ക്യാരറ്റ് നമ്മളിപ്പം അല്ലാതെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ച ഒരു 3 ക്യാരറ്റ് നമുക്ക് മേടിക്കാൻ പറ്റും. ഇവിടെ ഇത്രയും നമുക്ക് ക്യാരറ്റ് ഒരു 100 yen കിട്ടും. 100 yen എന്ന് വെച്ചാൽ നാട്ടിൽ 50 രൂപ. എല്ലാം പകുതിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്ത് ഇവിടെ yen എന്ന് പറയുമ്പോഴും.
ഈ നമ്മുടെ നാട്ടിലെ ഈ സവാള ഉണ്ടല്ലോ, റെഡ് ഒണിയൻ, ഇത് ഇവിടെ സാധാരണ ഷോപ്സിൽ ഒരെണ്ണത്തിന് നല്ല റേറ്റാണ്. ഇതിപ്പോൾ ഇത്ര എണ്ണത്തിന് 200 എന്നേ ഉള്ളൂ. മുന്തിരി 2 പാക്കറ്റ് 980, ഒരു പാക്കറ്റ് 580. സ്ട്രോബെറി 2 പാക്കറ്റ് 1000. അത് നല്ല വലിയ സ്ട്രോബെറിയാ. ഇതെന്ത് ഫ്രൂട്ടാ? കിവിയുടെ അല്ലല്ല, കിവി അല്ല, മറ്റേ സബർജിലാണോ ഇത്? ഇത്രയും ചെറുതോ? അറിയില്ല, പക്ഷെ ഇങ്ങനെ ഇത് കണ്ടോ. മുന്തിരി എടുക്കട്ടെ ഒരു പാക്കറ്റ്. മൂന്നെണ്ണം 300. ഈ 3 എണ്ണത്തിനകത്തൊരു 9 എണ്ണമൊക്കെ കാണുള്ളൂ. 9 വെണ്ടക്കായ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് പ്രോപ്പറായിട്ടൊരു കറി പോലും നമുക്ക് വെക്കാൻ പറ്റില്ല. ഇത് ഫ്രൂട്ട്സ് മാത്രം കിട്ടുന്ന ഷോപ്പാണ്. ഒരെണ്ണത്തിന് 500. പുതിയ കടയാണോ? ശരിയാ, ഈ കട ഇപ്പോൾ ഇതിന് മുന്നേ കണ്ടിട്ടില്ല, പുതിയ കടയാണ്. ഇത് കണ്ടോ, ഇവിടെ ഈ ക്യാരറ്റും ഒണിയനും ഒക്കെ ഇങ്ങനെ ചാക്കിന് കാണും. മെയിൻലി ഷോപ്കീപ്പേഴ്സ് ഒക്കെ വാങ്ങിക്കുന്ന സാധനമാണ്. ഇപ്പൊ ഈ തക്കാളിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇവിടെ കാണുള്ളൂ. ഇത് കണ്ടോ, പൊട്ടറ്റോ വലിയൊരു ചാക്കിനകത്ത്. ഒരു ഫുൾ ചാക്ക് പൊട്ടറ്റോയ്ക്ക് 550 എന്നുള്ളൂ. രണ്ട് കോളിഫ്ലവറിന് 398 yen. നോക്കട്ടെ അകത്തോട്ടെ. അവിടെ ക്യൂ ആയതുകൊണ്ട് അപ്പുറത്തെ കടയിൽ പോയി നോക്കാം. അവിടെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. അത്രയും ക്യൂ നിന്നിട്ട് എടുക്കാനുള്ള ക്ഷമയില്ല. ഇനി അവിടെ ഒരു വെജിറ്റബിൾ ഷോപ്പ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇത്ര തന്നെ ഈ മാർക്കറ്റുള്ളൂ. പിന്നെ ഇവിടെ 2 സൈഡിലും കുറേ ചൈനീസ് സ്റ്റോഴ്സ് ഉണ്ട്, കൊറിയൻ സ്റ്റോഴ്സ് ഉണ്ട്, വിയറ്റ്നാമിൻ്റെ സ്റ്റോറുണ്ട്. അവിടെ നിന്ന് ചിലപ്പോൾ ഞാൻ സ്പൈസസ് ഒക്കെ മേടിക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് ഒക്കെ കിട്ടാറുണ്ട് അവിടെ. 5 കിലോ 498. ഈ വലിയ സവാളയും 5 kg 580 എന്നേ ഉള്ളൂ. പക്ഷേ ഈ വലിയ സവാളയൊക്കെ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര വലിയ ആവശ്യമില്ല ഇത്രയും വലിയ സവാളയൊന്നും. ഇതൊക്കെ ശരിക്കും ഷോപ്പ്, കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉള്ളവർക്ക് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് യൂസ്. അതെ, ഇവിടെ കുറച്ചുകൂടെ ലാഭമായിരുന്നു കേട്ടോ. പക്ഷെ നമ്പേഴ്സ് സെയിമാ. അപ്പോൾ പിന്നെ നമ്പേഴ്സ് ഇവിടെ കുറവാണ്. ഞാൻ അവിടെ മുമ്പേ കണ്ടപ്പം മേടിക്കണമെന്ന് വിചാരിച്ചു. $298 ഒരു സ്ട്രോബെറിയുടെ ഇതിന്, പാക്കറ്റിന്, ചെറിയ പാക്കറ്റിന്. ഒരു പപ്പായയുടെ ഫ്രൂട്ടിന് 429. നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഇതൊക്കെ വെറുതെ കിട്ടുന്ന സാധനമായിരുന്നു. അപ്പോൾ ഒരു വിലയില്ലായിരുന്നു. ഇപ്പം ഇവിടെ പൈസ കൊടുത്ത് നമ്മൾ മേടിക്കേണ്ട അവസ്ഥ.
ഇപ്പോൾ ആ ചേച്ചിയൊക്കെ വലിയൊരു കവറ് വലിയൊരു പാക്കറ്റ് സവാള മേടിച്ചുകൊണ്ട് പോകുന്നില്ലേ, അവരൊക്കെ ചിലപ്പോൾ റെസ്റ്റോറൻറ്റ്സിലോട്ടൊക്കെ മേടിച്ചിട്ട് പോകുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ ചാക്കെടുത്ത് പോണതിൽ വേറൊരു യൂസ് ഉള്ളത് കുറേ ഫാമിലി ആയിട്ട് ഉള്ളവരാണെങ്കിൽ ഷെയർ ചെയ്ത് എടുക്കാം. ഈ ഇപ്പോൾ ഇവിടെ ട്രോളി ബാഗായിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ, അത് ചൈനക്കാരാണ് കേട്ടോ. അവരിങ്ങനെ ഈ മാർക്കറ്റിൽ വലിയ ട്രോളി ബാഗായിട്ട്, നമ്മൾ ആദ്യമൊക്കെ ഞാൻ ഈ മാർക്കറ്റിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇവരിങ്ങനെ ചൈനയിൽ നിന്ന് വന്ന് ട്രിപ്പ് വല്ലതും വന്നിട്ട് ഇങ്ങനെ ബാഗൊക്കെ ആയിട്ട് ഇതിലെ ചുമ്മാ ഇതൊക്കെ കാണാൻ നടക്കുന്നത്. പിന്നെ മനസ്സിലായത് ആക്ച്വലി ഇവർ ഈ ട്രോളി ബാഗായിട്ട് വന്നിട്ട് ഇവിടുന്ന് ഈ പച്ചക്കറിയും വെജിറ്റബിൾസും ഫിഷും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ട്രോളി ബാഗായിട്ട് വരുന്നത്. എന്നിട്ട് അതിനകത്ത് ആ ട്രോളി ബാഗിനകത്ത് ഇട്ടിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. നമ്മുടെ CID മുസൈനിലത്തെ ആരായിരുന്നു ക്യാപ്റ്റൻ രാജു ചെയ്യുന്നില്ലേ, ആ സെയിം പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. നമ്മുടെ ബജ്ജിമുളക് ഇരിക്കുന്നു. ഇതൊക്കെ ചൈനീസ് ഷോപ്സ് ആണ് കേട്ടോ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞി. പെട്ടി. ഇതിനകത്ത് തുറന്നു നോക്കിയാൽ മൊത്തം പച്ചക്കറിയും മീനും ഒക്കെ ആയിരിക്കും. ഇതേ പച്ചമാങ്ങ, ഇന്നലെ ഞങ്ങൾ പച്ചമാങ്ങ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു അതിന്? 500 yen, 250 രൂപ. നാട്ടിലത്തെ 250 രൂപയായിരുന്നു ഒരു പച്ചമാങ്ങയ്ക്ക്. ഇവിടെ ഇപ്പോൾ ഒരു പച്ചമാങ്ങയ്ക്ക് 480. 20 തന്നെ കുറവുള്ളൂ. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഫുള്ള് ഈ മാർക്കറ്റ് തന്നെയാണ്. ഒരുപാട് ഷോപ്സ് ഒന്നുമില്ല, പക്ഷേ കമൈദോ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ റോഡാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്ന ഹനാമസ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പില്ല. ആ ഷോപ്പിൽ നമുക്ക് മീറ്റൊക്കെ കുറച്ച് 2 കിലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിട്ടും. ഡക്ക് അങ്ങനത്തെ എല്ലാ മീറ്റും സാധനങ്ങളും കിട്ടും. അപ്പോൾ ആ ഷോപ്പിലാണ് പോകുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഒരു ക്ലോത്തിങ് സ്റ്റോർ ഉണ്ടല്ലോ, തുണിക്കട, ഇത് സെക്കൻഡ് ഹാൻഡ് ഷോപ്പാണ് കേട്ടോ. ഈ ആൾക്കാർ യൂസ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്തത് ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവരത് ഫുള്ളി റീയൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലിലാക്കിയിട്ട് അവരിവിടെ ഇടും. 105 yen ഒക്കെ ഉള്ളൂ. അപ്പോൾ ചിലരൊക്കെ വന്നിട്ട് അവിടെ നിന്ന് മേടിക്കാറുണ്ട്. കൂടുതലും ഈ ചൈനക്കാരാണ് ആക്ച്വലി കൂടുതൽ ഇവിടുന്ന് മേടിക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. അവരെന്തിനാണ് ഈ സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സ് മേടിക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷേ അവരെ ഞാൻ എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ടിൽ കാണാറുണ്ട്. പക്ഷേ നാട്ടിൽ ഏതെടുത്താലും 50 രൂപ ഡ്രസ്സ് പുതിയ ഡ്രസ്സായിരിക്കുമല്ലോ, ക്വാളിറ്റി കുറവായിരിക്കും എന്നുള്ളൂ. ഇത് പക്ഷേങ്കിൽ യൂസ്ഡ് ഡ്രസ്സാണ്. യൂസ്ഡ് ഡ്രസ്സിന് പ്രത്യേകിച്ച് പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. കാരണം പ്രശ്നം ഉണ്ടെങ്കിൽ വിൽക്കാൻ ഇടുവോ? ഇല്ലല്ലോ. പ്രശ്നമുണ്ട് ആരെങ്കിലും മേടിക്കുമോ? അതൊന്നും അറിയില്ല, പക്ഷെ ഇങ്ങനത്തെ സ്റ്റോഴ്സ് കാണാറുണ്ട്. ഈ ഷോപ്പിൽ ഫുഡ് കഴിക്കാനാട്ടോ ഇവിടെ തിരക്ക്. ഇവിടെ ഈ ചൈനക്കാരാണേലും ജപ്പാൻകാരാണേലും ഭയങ്കര ക്ഷമയുള്ളവരാണ്. ചില ഫുഡ് നല്ല ഫേമസ്, നല്ല അങ്ങനെ ടേസ്റ്റി ഫുഡാണെന്ന് ഇവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈം 2 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ട് ആ ഫുഡ് കഴിക്കാൻ അവരവിടെ നിൽക്കും. നമ്മൾ പകുതിയാകുമ്പോൾ മടുത്തിട്ട് വേറെ കട നോക്കി പോകും, പക്ഷെ ഇവർ മടുത്തിട്ട് പോവില്ല. ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് ഈ ഷോപ്പിലോട്ടാണ്, ഹനാമസ എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. നമുക്ക് ചിക്കനൊക്കെ 2 kg അങ്ങനെ, എഗ്ഗ് ഒരു 30 എണ്ണം അങ്ങനെ ഈ ഷോപ്പിൽ കിട്ടും. പ്രൈസും ചീപ്പാണ്. നമുക്ക് പോയി നോക്കാം. ഇവിടെ ഈ ഒരു കോളിഫ്ലവറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 430 yen. മുമ്പേ ആ മാർക്കറ്റ് കണ്ടില്ലേ, 2 കോളിഫ്ലവറിനാണ് ഈ റേറ്റ്. അതായത് മാർക്കറ്റിനേക്കാളും റേറ്റ് കൂടുതലാണ് ഇവിടെ. മാർക്കറ്റിനേക്കാളും റേറ്റ് കൂടുതലാണ്, പക്ഷേ ഇവിടെ ചിക്കൻ പോലത്തെ ഐറ്റംസിനൊക്കെയാണ് റേറ്റ് അത്രയും കുറവുള്ളത്. വെജിറ്റബിൾസിനൊന്നും വലിയ റേറ്റ് കുറവെന്ന് പറയാൻ പറ്റില്ല. ഇതെടുക്കാം, ഫ്രഞ്ച് ഫ്രൈസ് എടുക്കണോ? ഇത് വേണോ? ഷോർട്ട് സ്ട്രിങ് തന്നെ എടുക്കാം അല്ലേ? ഇതെടുത്തോ. ഇവിടെ എല്ലാ ഷോപ്സിലും ഉണ്ടല്ലോ ഇതിൻ്റെ റേറ്റ്, ഇത് അതിൻ്റെ ടാക്സ് കൂടെ കൂടിയ എമൗണ്ട്.
നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ടോട്ടലി ഇതിന് എത്രയാവും എന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ നാട്ടിൽ ഈ ഒരു റേറ്റ് മാത്രമേ അവർ പറയുള്ളൂ. നമ്മൾ ബില്ല് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടാക്സും GSTയും എല്ലാം കൂടെ കൂടിയിട്ട് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവുക. നമുക്ക് ചിക്കൻ്റെ അങ്ങോട്ട് പോകും. മീൻ ഇതുണ്ടോ, ഞാൻ ഇതാ പറഞ്ഞ നമ്പർ 1 2 3 4 5 5 430 yen. അല്ലാതെ 1 കിലോ മത്തി 1 കിലോ അയലാന്നൊന്നും പറഞ്ഞിട്ട് കിട്ടൂല. ഈ ചെറിയൊരു കഷ്ണം ഇതിൻ്റെ റേറ്റ് കണ്ടോ, 711, ഇത്രയേ ഉള്ളൂ. റേറ്റ് ആണ്. ഒരൊറ്റ പീസിന് 700 yen. ഈ ഷോപ്പിൽ മെയിൻലി വരുന്നത് ചിക്കൻ എടുക്കാനാണ്. ഇങ്ങനെ 2 kg ബോൺലെസ്, ഇനി വിത്ത് ബോണ്, പിന്നെ വിത്ത് ബോൺ വേണമെങ്കിൽ അങ്ങനെ, ലെഗ് മാത്രം വേണമെങ്കിൽ അങ്ങനെ, ചെസ്റ്റ് മാത്രം വേണമെങ്കിൽ അങ്ങനെ, ഏത് പോർഷനാണോ വേണ്ടത് അങ്ങനെ നമുക്ക് മേടിക്കാൻ പറ്റും. വിങ്സ് മാത്രം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ, ലോലിപോപ്പിൻ്റെ ചിക്കൻ ലോലിപോപ്പിൻ്റെ പോലത്തെ അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ എല്ലാ മോഡലും നമുക്ക് കിട്ടും. ഇനി ഈ മീൻമുട്ടയും ഇത് മാത്രം വേണമെങ്കിൽ അങ്ങനെ കിട്ടും. ചിക്കൻ മുട്ട, മീൻ മുട്ടയല്ല, സോറി. കരള് മാങ്ങ് അങ്ങനെയുള്ള ഐറ്റംസ് അല്ലാതെയും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കുറേ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ജപ്പാനിലെ ഒരു ചന്ത ദിവസം. നമ്മൾ നാട്ടിൽ ഒരു മാർക്കറ്റിലൊക്കെ പോയൊരു ഫീലാണ്. അത്രയും വിലക്കുറവൊന്നും അല്ലെങ്കിലും നമ്മൾ ജപ്പാൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജപ്പാനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചീപ്പ് പ്രൈസിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.